ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കാലിലും വളം കടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വളം കടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി ഞാൻ എടുക്കുന്നത് ഇവിടെ തേക്കിൻ്റെ തളിരിലയാണ് എടുക്കുന്നത്. അതായത് ചിലയിടത്ത് നാമ്പ്, കൂമ്പ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെ 2 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഇല നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അത്ര അധികം വൃത്തികേട് ഉണ്ടാവാറില്ല അല്ലേ. നമ്മുടെ ഇലകൾക്കൊന്നും ഒട്ടും അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എപ്പോഴും നനവുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ ഈ ഇല ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഈ ഇല നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഞാനൊരു പഴയ ചട്ടിയാണ് എടുക്കുന്നത്. ഇത് പഴയ ചട്ടി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെയുള്ള മരുന്നുകളും കാര്യങ്ങളും വളരെ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസം നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് വെളിച്ചെണ്ണ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എടുക്കുന്നത് ആ ഒരളവിൽ നിങ്ങൾക്ക് ചേർക്കാം. അതിനനുസരിച്ച് ഇലയുടെ അളവൊന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ തേക്കിൻ്റെ ഇല നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒരു പെട്ടെന്ന് തന്നെ ആ വെളിച്ചെണ്ണയുടെ കളർ ചേഞ്ച് ആയതല്ലേ. ഒരു മാജിക് ഓയിൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്താലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഇലകളും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു കളർ ചേഞ്ചും അത് നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലേ. ഇതേ അത്ഭുതം തന്നെയാണ് നമുക്കിത് കാലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും. നല്ല ചൊറിച്ചിലും ഒട്ടും നടക്കാൻ പറ്റാത്തതും വെള്ളം തടിയിക്കാൻ പറ്റാത്തതും ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മോചനം ഉണ്ടാവും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ വിരലുകളൊക്കെ അടുപ്പിച്ചായതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും എൻ്റെ വിരൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ ഒരു ഫംഗിൽ വരാറുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. പിന്നെ ഞാനിതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മണൽ പരുവമാണ് അല്ലേ. അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് മണൽ പരുവമാണ്. നമുക്ക് അതുവരെ നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2-3 ദിവസം അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടി പിടിക്കാതിരിക്കാനും അങ്ങനെയുള്ളതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വണൽപ്പരുവമായിട്ടുണ്ടോന്ന്. ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളം കടിക്കും. നമ്മൾ കാലിലൊക്കെ ഉണ്ടാകുന്ന മുറിവ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മുറിവ് വന്നിട്ടുള്ള പാടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനും നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒരുവിധം പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് നല്ലൊരു ഭംഗിയുള്ളൊരു റെഡ് കളറായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. ഇതാണ് മണൽപ്പരുവെന്ന് പറയുന്നത്. ഇതാണ് അതായത് നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു മണൽപ്പരുവം പോലെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയത്തിലോ ഫുള്ളിലോ ഇടാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഏത് ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മണൽപ്പരുവമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഓയിലൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ 2-3 ദിവസത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ആഴ്ചയ്ക്ക് 2 ആഴ്ചയ്ക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഗ്ലാസ് ആയിട്ടുള്ള ഒരു കുപ്പിപ്പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ അങ്ങനത്തെ മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാവുമ്പോൾ അത് എപ്പോഴും നല്ലതാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിനെക്കാട്ടും നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ. അടിപൊളി ഓയിലാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ കാലിലുണ്ടാകുന്ന ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.